അസിഡിറ്റി അല്ലെങ്കിൽ ആസിഡ് റിഫ്ലക്സ്, കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ളൊരു മെഡിക്കൽ ടേം ഗ്യാസ്ട്രോ ഈസോഫാജൽ റിഫ്ലക്സ് ഡിസീസ് എന്നാണ്, ഗേർഡ് എന്നാണ്. പല ആൾക്കാരിലും പൊതുവേ കാണുന്ന ഒരു ദഹന സംബന്ധമായ പ്രശ്നമാണ്. പല ആൾക്കാർക്കും പല രീതിയിലും പല ഇൻറ്റൻസിറ്റിയിലാണ് ഈ സിംറ്റംസ് ഉണ്ടാവുക. സാധാരണ വരുന്നത് ഒരു ഡിസ്പെപ്സി അല്ലെങ്കിൽ ഒരു ദഹനക്കേടുണ്ടാവും. ചിലർക്ക് ബേർപ്പിംഗ് ഉണ്ടാവും, ബ്ലോട്ടിംഗ് ഉണ്ടാവും, ചിലപ്പോൾ ഹാർട്ട് ബേൺ, നെഞ്ചരിച്ചിലുണ്ടാവും. പല ആൾക്കാർക്കും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒന്നാണ് ബാഡ് ഓഡർ, വായു നാറ്റം ഉണ്ടാവുക. ചിലരുടെ വായിൽ അൾസേഴ്സ് ഉണ്ടാവുക. ചിലരുടെ ടീത്തിനെ തന്നെ അത് അഫക്റ്റ് ചെയ്യാറുണ്ട്. ചിലർക്കുണ്ടാകുന്നത് ഇൻറ്റൻസ് ആയിട്ടുള്ള വയറ്റിലുണ്ടാകുന്ന പെയിനാണ്, ഒരു സ്റ്റൊമക്ക് പെയിൻ ഉണ്ടാവും. ക്രോണിക് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇൻഡൈജഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൂൾസിലൊക്കെ പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാവാം. ചിലപ്പോൾ ഈവൻ ഗോൾ സ്റ്റോൺസ് ഉണ്ടാവാം. ഈ അസുഖം നിരന്തരമായി ഉണ്ടാകുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു സംശയം വേണ്ട, അത് അവരുടെ ഉറക്കത്തെ സ്വാധീനിക്കാം. ഉറക്കത്തെ സ്വാധീനിക്കുമ്പം തൊട്ടടുത്ത ദിവസത്തെ നമ്മളുടെ മൂഡിനെ, ടെമ്പർമെൻറ്റിനെ ബാധിക്കാം. ചിലപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് ഒരു ജനറൽ ആങ്സൈറ്റി ഉണ്ടാക്കാം. മറ്റ് ഗൗരവമുള്ള രോഗങ്ങളുണ്ടാകുമോ എന്നുള്ള ഒരു നിരന്തരമായ ഒരു ഭീതി നമ്മളിൽ ഉണ്ടാക്കാം. എന്തു തന്നെയാണെങ്കിലും ഇത് ഉണ്ടാകുന്ന ആൾക്കാരെ സംബന്ധിച്ചൊരു വളരെ ഗൗരവമുള്ള ആരോഗ്യ പ്രശ്നം തന്നെയാണ്. നമ്മളുടെ ദഹനവ്യൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ സ്റ്റൊമക്ക്, ആമാശയം. അവിടെ ദഹനത്തെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ദഹനരസങ്ങളിൽ ഒന്നാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതുപോലെ തന്നെ പെപ്സിൻ. ഇത്തരത്തിലുള്ള ദഹനരസങ്ങളുടെ ഉൽപ്പാദനത്തിൻ്റെ കുറവ്, ഹൈപ്പോക്ലോർഹൈഡ്രിയ, ആണ് ഈ ആസിഡ് റിഫ്ലക്സിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്. ഇതിൻ്റെ ഫിസിയോളജിക്കലായിട്ടുള്ള റീസൺസിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള 1-2 വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. ഈ ഒരു വിഷയം നേരിടുന്ന ഒരാളെ സംബന്ധിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്ന വളരെ വളരെ സസ്റ്റൈനബിളായിട്ട് റിസൾട്ട്സ് ഉണ്ടാക്കാൻ സാധിക്കുന്ന 4 പവർഫുള്ളായിട്ടുള്ള സൊല്യൂഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ സൊല്യൂഷൻ ഇംപ്രൂവ് അല്ലെങ്കിൽ കറക്റ്റ് യുവർ സൈക്കോളജി എന്നാണ്. ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റിനോട് ഇത് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനിത് വളരെയധികം ആശയക്കുഴപ്പമുണ്ടാക്കി, അമർഷമുണ്ടാക്കി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് ഇതെൻ്റെ ദഹന സംബന്ധമായ പ്രശ്നമാണെന്നാണ്. പക്ഷേ താങ്കളോട് സംസാരിച്ചപ്പോൾ താങ്കൾ പറയുന്നു എനിക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടെന്ന്. ഞാനിവിടെ സൈക്കോളജി എന്ന് ഉദ്ദേശിച്ചത് ഒരു വളരെ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിലാണ്. ഞാൻ എന്താണെന്ന് വിശദീകരിക്കാം. വേണമെങ്കിൽ നമുക്ക് ആരോഗ്യത്തെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് നമ്മളുടെ ഒരു സൈക്കോളജി പാർട്ടും മറ്റൊന്ന് ബയോളജി പാർട്ടും. ഈ പ്രോബ്ലം ഉണ്ടാകുന്നത് നമ്മുടെ ബയോളജിയിലാണ്. അതായത് നമുക്ക് സെൻസ് ഓർഗൻസ് കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ ബയോളജി. അതിലൊരു പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റൊമക്ക്. സ്റ്റൊമക്കിലാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്. പക്ഷേ ഈ പ്രോബ്ലത്തിൻ്റെ തുടക്കം പലപ്പോഴും ഇരിക്കുന്നത് നമ്മുടെ സൈക്കോളജിയിലാണ്. ഇവിടെ സൈക്കോളജി എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മളുടെ തോട്ട്സ്, ചിന്തകൾ, ഫീലിങ്സ്, ഇമോഷൻസ്. ഇത് നമ്മുടെ സൈക്കോളജിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എലമെൻറ്റാണ്. ചില ആൾക്കാരെ സംബന്ധിച്ച് ചിലപ്പോൾ ഓവർ തിങ്കിങ് ഉണ്ടാവാം. പലപ്പോഴും ഒരു ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എൻവയറൻമെൻറ്റ് ഉണ്ടാവാം. പിന്നെ നമ്മളുടെ പെർസെപ്ഷൻസ്, അതായത് നമ്മുടെ ലോകത്തെ കാണുന്ന രീതി, നമ്മുടെ പെർസെപ്ഷൻസ് വളരെ ക്രിട്ടിക്കലാണ്. നമ്മുടെ ബിലീഫ് സിസ്റ്റംസ്, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ വാല്യൂസ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ് നമ്മളുടെ പേഴ്സണാലിറ്റി മോശമെന്നോ നല്ലതെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. പക്ഷേ നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, നമുക്കൊരു വ്യക്തിത്വമുണ്ട്, നമ്മൾ ഫോളോ ചെയ്യുന്ന നമ്മളുടെ ചില നേച്ചറുകളുണ്ട്. ചിലർ പൊതുവേ ചിലപ്പോൾ കുറച്ച് റിജിഡായിട്ടുള്ള നേച്ചറുള്ള ആൾക്കാരായിരിക്കാം. ചില ആൾക്കാരെ സംബന്ധിച്ചാണെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയിരിക്കാം. ചില ആൾക്കാർ വളരെ നിസ്സാരമായ വിഷയങ്ങൾ പോലും വളരെ ഗൗരവത്തോടു കൂടി വളരെ ഡീപ്പായിട്ടുള്ള ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ശരിയും തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, സൈക്കോളജി വളരെ ക്രിട്ടിക്കലായിട്ടുള്ള എലമെൻറ്റാണ്. ഈ സൈക്കോളജി നമ്മളുടെ ബയോളജി ഇൻഫ്ലുവൻസ് ചെയ്യും. സൈക്കോളജി നമ്മളുടെ ബ്രെയിനിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആൻഡ് ദ ബ്രെയിൻ ഈസ് സ്ട്രോങ്ലി കണക്റ്റഡ് ടു അവർ ഗട്ട്. ദർ ഇസ് എ ബ്രെയിൻ ഗട്ട് കണക്ഷൻ. അപ്പോൾ സ്റ്റൊമക്ക് ആസിഡ്സിൻ്റെയും സ്റ്റൊമക്കിൻ്റെ ആസിഡ്സിൻ്റെ ഫങ്ഷൻസിനെയും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്റ്റിമുലസുകൾ വരുന്നത് ബ്രെയിനിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സൈക്കോളജിയാണ് ഒരു പക്ഷേ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിഫ്ലക്സ് ഡിസീസിൻ്റെ കാരണം നമ്മളുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇംപ്രൂവ് ഓർ കറക്റ്റ് യുവർ സൈക്കോളജി എന്നുള്ളത്. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുണ്ട്, ആധിമൂത്ത് വ്യാധിയായി എന്ന് പറയും. നമുക്കിങ്ങനെ ഒരു വിഷയമുണ്ടോ എന്ന് പലപ്പോഴും നമുക്കറിയണമെന്നില്ല. കാരണം നമ്മളെക്കുറിച്ച് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് കുറേ ബ്ലൈൻഡ് സ്പോട്ട്സ് ഉണ്ട്, ഗ്രേ ഏരിയാസ് ഉണ്ട്. ഇത് കണ്ടെത്തുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്.
നമുക്ക് ഇങ്ങനത്തെ ചില വിഷയങ്ങളുണ്ട്, നമുക്ക് ഇങ്ങനത്തെ ചില പ്രത്യേകതകളുണ്ട്, നമ്മുടെ വ്യക്തിത്വത്തിന് ഇങ്ങനത്തെ ചില സവിശേഷതകളുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് നമുക്കെതിരെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്, പിന്നെ അതിനൊന്ന് കറക്റ്റ് ചെയ്യാനുള്ള ആക്ഷൻസ് എടുത്താൽ മതി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടോ നിങ്ങൾക്കുണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് ഒരു പക്ഷേ തീർച്ചയായിട്ടും ഒരു മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു എക്സ്പേർട്ടിൻ്റെ, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ, ഒരു മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബിഹേവിയറൽ എക്സ്പേർട്ടിൻ്റെയോ അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അത് കണ്ടെത്തി അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളുടെ സ്റ്റൊമക്ക് ഫങ്ഷൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളായിട്ട് അത് മാറും. രണ്ടാമത്തെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടൂളാണ് എലിമിനേഷൻ ഡയറ്റ്. എലിമിനേഷൻ ഡയറ്റ് ഒരു ന്യൂട്രീഷൻ മെഡിക്കൽ ടേമാണ്. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളുടെ ആമാശയത്തിലെ ദഹന രസങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കോശങ്ങളുണ്ട്, പ്രോട്ടോൺ പമ്പ് സെൽസ് എന്ന് പറയും. അതുപോലത്തെ പല കോശങ്ങളുടെയും പ്രവർത്തനത്തെയും ആ ദഹനരസങ്ങളുടെ ഉൽപ്പാദനത്തെയും ഗൗരവമായി ബാധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഗൗരവമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ തന്നെ നമുക്ക് വളരെ സപ്പോർട്ടീവാണെന്ന് കരുതി കഴിക്കുന്ന പല ഭക്ഷണങ്ങളാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ ആമാശയത്തിലെ കോശങ്ങളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട്. എനിക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മ വരുന്നൊരു ഉദാഹരണം, ഒരു ബസ്സിൽ ഒരു പിക്ക് പോക്കറ്റ് നടന്നു എന്ന് വിചാരിക്കുക. ഇതാരാണ് പോക്കറ്റ് അടിച്ചത്, ആരാണ് കുഴപ്പക്കാരെന്ന് കണ്ടുപിടിക്കാനായിട്ട് മുമ്പ് ചെയ്യുന്നൊരു മെത്തേഡുണ്ട്. എല്ലാവരെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടെത്തിക്കുക, എല്ലാവരെയും പരിശോധിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആസിഡ് റിഫ്ലക്സ് പ്രോബ്ലംസ് ഉള്ള, ഗേർഡ് പ്രോബ്ലംസ് ഉള്ള ആൾക്കാരുടെ ഭക്ഷണത്തിനകത്തുനിന്ന് ചില സ്പെസിഫിക് ആയിട്ടുള്ള, ചില നെട്ടോറിയസ് ആയിട്ടുള്ള ഭക്ഷണങ്ങളെ മാറ്റി നിർത്തുന്ന വളരെ ശാസ്ത്രീയമായൊരു സമീപനത്തെയാണ് എലിമിനേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ കുപ്രസിദ്ധരായിട്ടുള്ള വളരെയധികം നൊട്ടോറിയസ് ആയിട്ടുള്ള ചില ഭക്ഷണ വസ്തുക്കളുണ്ട്. ഇപ്പോൾ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ലാക്ടോസ് അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങളും, അതുപോലെ ഗോതമ്പിലും അതുപോലത്തെ മറ്റ് ഗ്രെയിൻസിൽ അടങ്ങിയിട്ടുള്ള ഗ്ലൂട്ടൻ. വളരെ പോപ്പുലറായിട്ടുള്ള മറ്റൊരു കുറ്റവാളിയാണ് വെജിറ്റബിൾ ഓയിൽ, സസ്യ എണ്ണകൾ. ഇപ്പോൾ സൺഫ്ലവർ ഓയിലും പാം ഓയിലും ഒക്കെ വളരെ വളരെ നൊട്ടോറിയസ് ആണ് ഈ വിഷയത്തിൽ. അതുപോലെ മറ്റൊന്ന് ഈ ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള, വളരെയധികം സംസ്കരിച്ചതും പാക്കറ്റുകളും അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ലൈക്ക് സബ്സ്റ്റൻസാണ്. ഞാൻ പാക്ഡ് ഫുഡ് എന്നല്ല പറഞ്ഞത്, ഫുഡ് ലൈക്ക് സബ്സ്റ്റൻസാണ്. അത് ഭക്ഷണം പോലെ ഇരിക്കുന്നത് മാത്രമല്ല, ആക്ച്വലി അത് ഭക്ഷണമല്ല, പക്ഷേ വളരെ പോപ്പുലറാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള പല ഭക്ഷ്യവസ്തുക്കളും നമ്മുടെ ശരീരത്തിലെ ആമാശയത്തിലെ പ്രവർത്തനത്തെയും അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങളെയും അവിടെയുള്ള മറ്റ് സൂക്ഷ്മജീവികളുടെയും ആരോഗ്യത്തെ തകരാറിലാക്കുന്ന ഒന്നാണ്. പല ആൾക്കാർക്ക് ഇത് അറിയില്ല. എനിക്കറിയുന്ന പല ക്ലയൻസും ഒരുപക്ഷെ വളരെ ചെറുപ്പം മുതൽ തന്നെ അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിലുള്ള ഭക്ഷണ വസ്തുക്കൾ ശീലമാക്കിയിട്ടുള്ള ആൾക്കാരാണ്. എനിക്കറിയുന്ന പല ആൾക്കാരിലും വളരെ നല്ല സമ്പൂർണ്ണമായിട്ടുള്ള പോഷക വസ്തുവാണെന്ന് കരുതി ഉപയോഗിക്കുന്ന പശുവിൻ പാൽ അവർക്ക് വളരെ വലിയൊരു ഇൻടോളറൻറ്റ് ഫുഡായിട്ട് മാറാറുണ്ട്, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഫുഡായിട്ട് മാറാറുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വളരെയധികം ഹെൽത്തി ആയിട്ട് ചില ഫുഡുകളും ആവാം. പക്ഷേ ഇതെന്താണെന്ന് കണ്ടുപിടിക്കുന്ന ശാസ്ത്രീയമായൊരു അപ്രോച്ചിന് പറയുന്ന പേരാണ് എലിമിനേഷൻ പ്രോട്ടോക്കോൾ. എലിമിനേഷൻ പ്രോട്ടോക്കോൾ ഫങ്ഷണൽ മെഡിസിനിൽ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ടൂളാണ്. ഇതിൽ കൂടെ നിങ്ങളുടെ ആമാശയത്തിൻ്റെ പ്രവർത്തനത്തെ പ്രതികൂലമാക്കി എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ അതിന് പറ്റുന്ന ഭക്ഷണ രീതികൾ, അതിന് പറ്റുന്ന റെസിപ്പീസുകൾ, ഒരു പക്ഷേ വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഫുഡ് പാറ്റേണുകളൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ പ്രതിയെ, ഈ കൾപ്രിറ്റിനെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ കൾപ്രിറ്റുകളെ കണ്ടുപിടിച്ച് നമ്മളുടെ ആമാശയത്തിൻ്റെ പ്രവർത്തനത്തെ പുനഃസ്ഥാപിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. മൂന്നാമത്തെ വളരെ ഈസി ആയിട്ടുള്ളൊരു ടൂളാണ് ന്യൂട്രീഷണൽ സപ്പോർട്ട്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ നിർമ്മാണവും അതിൻ്റെ പ്രവർത്തനവും മുഴുവൻ ആശ്രയിച്ചിരിക്കുന്നത് പോഷകങ്ങളെയാണ്. ഇൻഫാക്റ്റ് ഈ പോഷകങ്ങളൊക്കെ കിട്ടേണ്ടത് ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉള്ള, റിഫ്ലക്സ് ഡിസീസ് ഉള്ള പല വ്യക്തികൾക്കും അവരുടെ ഭക്ഷണത്തിൽ കൂടെ ഈ പോഷകം കിട്ടുന്നുമില്ല. ഇത് വളരെ വല്ലാത്തൊരു പാരഡോക്സ് ആണ്, ഒരു വൈരുദ്ധ്യമാണ്. ഇത് പരിഹരിക്കാൻ ഒരു പക്ഷേ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ന്യൂട്രിയൻറ്റുകൾ അല്ലാതെ തന്നെ നമുക്ക് കഴിക്കേണ്ടതായിട്ട് വരും, ഭക്ഷണത്തിൽ കൂടെ അല്ലാതെ നമുക്ക് കഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരുപക്ഷെ അതൊരു മെഗ്നീഷ്യം സപ്ലിമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സിങ്ക് ആയിരിക്കാം, കാൽഷ്യം ആയിരിക്കാം, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് എൻസൈംസ് ആയിരിക്കാം, ചിലപ്പോൾ ചില സൂക്ഷ്മ ജീവികൾ, ഇപ്പോൾ ഗട്ട് മൈക്രോബയോം തന്നെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം, പ്രോ ആൻഡ് പ്രീ ബയോട്ടിക്സ്. ഇതിലേതൊക്കെയാണ് ഓരോ വ്യക്തികളിൽ വർക്ക് ചെയ്യാമെന്ന് കണ്ടെത്തി ഒരു ജുഡീഷ്യസ് ആയിട്ട് ഇതിനും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഇതൊരു കേൾക്കുമ്പോൾ വളരെ ലളിതമാണെങ്കിലും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്.
ഞാനിപ്പോൾ പറഞ്ഞ 3 കാര്യങ്ങളും നമ്മളുടെ സ്റ്റൊമക്ക് ഫങ്ഷൻസിനെ നേരിട്ട് സ്വാധീനിക്കുന്നതാണെങ്കിൽ, ഇനി ഞാൻ പറയാൻ പോകുന്നത് നേരിട്ട് ബന്ധപ്പെടുന്നതല്ല, പക്ഷേ വളരെ പവർഫുള്ളാണ്. അതൊരു സമഗ്രമായ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. ഒരു ജീവിതശൈലിയിൽ തന്നെ ചിലപ്പോൾ ഒന്ന് റീഎസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. എനിക്കറിയുന്ന പല ആൾക്കാർക്കും ഒബേസിറ്റി ഉണ്ട്, അമിതമായിട്ടുള്ള വിസറൽ ഫാറ്റ്, ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റും കൊഴുപ്പുണ്ട് അല്ലെങ്കിൽ കുടവയറുണ്ട്. അത് നമ്മളുടെ അബ്ഡോമിനൽ പ്രഷർ കൂട്ടാം, ഡയഫ്രത്തിലോട്ടുള്ള പ്രഷർ കൂട്ടാം, ദഹന രീതികളെ സ്വാധീനിക്കാം. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ആ വ്യക്തിയിൽ വേണ്ടത് ഒരു സമഗ്രമായൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. ശരീരഭാരം കുറയ്ക്കുക, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്തെ ഒന്ന് പുനഃക്രമീകരിക്കുക. പല ആൾക്കാരും ഒരു ഫുൾ സ്റ്റൊമക്കായിട്ട് ബെഡിൽ പോകുന്നുണ്ടോ, അത് നല്ലതല്ല. ഒരുപക്ഷെ ഒരു എയർലി ഡിന്നർ എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ നന്നായിട്ടൊന്ന് ചവച്ചരച്ച് മൈൻഡ്ഫുള്ളായിട്ട് ഭക്ഷണം കഴിക്കുന്ന രീതി ഒന്ന് ശീലിക്കേണ്ടി വരും. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പല ആൾക്കാരും ചുരുങ്ങിയ സമയം കൊണ്ട് സ്ക്രീനോ മൊബൈലോ നോക്കി ഭക്ഷണം വാരി വലിച്ച് വിഴുങ്ങുന്ന ഒരു സ്വഭാവക്കാരുണ്ട്. ഞാനും ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു. കുറച്ചുകൂടെ മൈൻഡ്ഫുള്ളായിട്ടുള്ള ച്യൂയിങ് ആയിട്ടുള്ള ഈറ്റിങ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ ചില അനാരോഗ്യകരമായിട്ടുള്ള സ്ഥിരമായി കഴിക്കുന്ന ചില മെഡിക്കേഷൻസ്. പല ആൾക്കാരും ഒരുപക്ഷെ കേൾക്കുമ്പോൾ വൈരുദ്ധ്യം തോന്നിയേക്കാം. ഈ ആസിഡ് റിഫ്ലക്സ് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ ദീർഘനാൾ ഉപയോഗിക്കുമ്പോൾ ഒരുപക്ഷെ അത് നമ്മുടെ ആമാശയത്തിൻ്റെ പ്രവർത്തനത്തിന് എഗനിസ്റ്റായിട്ട് വന്നേക്കാം ഇൻ ദ ലോങ് റൺ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇത്തരം ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ, എൻ്റെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ ഒരു ഭൂരിഭാഗം ആൾക്കാർ, വളരെ നല്ലൊരു ശതമാനം ആൾക്കാർക്കും വളരെ എഫക്റ്റീവായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന എന്നാൽ ഗൗരവമായിട്ട് ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ ഗ്യാസ്ട്രോ ഈസോഫാജൽ റിഫ്ലക്സ് ഡിസീസ്. ഒരു കാര്യം വ്യക്തമാണ്, ദഹന വ്യൂഹം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ തായ് വേരുകളിലൊന്നാണ്. ഗട്ട് ഈസ് ദ റൂട്ട് ഓഫ് അവർ ബോഡി ആൻഡ് ഹെൽത്ത്. ഇഫ് യുവർ ഗട്ട് ഈസ് നോട്ട് ഫങ്ഷനിങ് പ്രോപ്പർലി, അതുകൊണ്ടുണ്ടാക്കുന്ന ദൂരവ്യാപക പ്രത്യാഘാതങ്ങളുണ്ടാവും. പോഷകക്കുറവുകളുണ്ടാവാം, മുടി കൊഴിച്ചിലുണ്ടാവാം, സ്കിന്നിൻ്റെ ഹെൽത്തിനെ ബാധിക്കാം, മസിൽസിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാം, ബോണിൻ്റെ ഹെൽത്തിനെ ബാധിക്കാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ള ആസ്പെക്റ്റാണ്, പക്ഷേ വളരെ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫങ്ഷൻ കൂടിയാണ് ഗട്ട് ഹെൽത്ത്.